ഹായ് എവരി വൺ, സിമ്പിൾ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഡിലൂടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ എന്നിവയാണ് പഠിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ മൂലയിൽ ഹൈ ഹീലിട്ട ഓക്സി കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോഡ് എന്താണ്? പ്രപഞ്ചത്തിൻ്റെ മൂലയിൽ ഹൈ ഹീൽഡ് ഓക്സി കാർബൺ ഉണ്ട്. ഇതിൽ ഹൈ ഹൈഡ്രജൻ, ഹീലിട്ട ഹീലിയം, ഓക്സി ഓക്സിജൻ, കാർബൺ ഉണ്ട് കാർബൺ. അപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ, കാർബൺ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? അത് ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനും. ലോഹീയ സ്വഭാവമുള്ള വാതകം ഏതാണ്? ലോഹീയ സ്വഭാവമുള്ള വാതകം ഹൈഡ്രജൻ. വിമാനത്തിൻ്റെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? അത് നൈട്രജൻ ആണ് കേട്ടോ. വിമാനത്തിൻ്റെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ. ജീവൻ്റെ അടിസ്ഥാന മൂലകം, ജീവൻ്റെ അടിസ്ഥാന മൂലകമാണ് കാർബൺ. ജീവൻ്റെ അടിസ്ഥാന മൂലകം എന്താണ്? കാർബൺ ആണ്. ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങളാണ് ഓക്സിജനും ഹൈഡ്രജനും. ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. മുങ്ങൽ വിദഗ്ധർ അക്വാലങ്സിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഓക്സിജൻ, ഹീലിയം എന്നിവയാണ്. അപ്പോൾ മുങ്ങൽ വിദഗ്ധർ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനും ഹീലിയവുമാണ്. അക്വാലങ്സിലാണ്. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. രണ്ടാമതുള്ള മൂലകം ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. വിമാനത്തിൻ്റെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ. അതുപോലെ തന്നെ ജീവൻ്റെ അടിസ്ഥാന മൂലകം എന്ന് പറയുന്നത് കാർബൺ. ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും. ഇനി മുങ്ങൽ വിദഗ്ധർ അക്വാലങ്സിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ, ഹീലിയം. അപ്പോൾ നമ്മുടെ കോഡ് എന്താണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾക്കുള്ള കോഡാണ് പ്രപഞ്ചത്തിൻ്റെ മൂലയിൽ ഹൈ ഹീലിട്ട ഓക്സി കാർബൺ ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ മൂലയിൽ ഹൈ ഹീലിട്ട ഓക്സി കാർബൺ ഉണ്ട്. ഹൈ ഹൈഡ്രജൻ, ഹീലിട്ട ഹീലിയം, ഓക്സി ഓക്സിജൻ, കാർബൺ ഉണ്ട് കാർബൺ. അപ്പോൾ ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, ഹീലിയം രണ്ടാമതുള്ള മൂലകം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും, ലോഹീയ സ്വഭാവം ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജൻ, ജീവൻ്റെ അടിസ്ഥാന മൂലകം എന്ന് പറയുന്നത് കാർബൺ. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ. നോ എ സി. എന്താണ് കോഡ്? നോ എ സി. എൻ നൈട്രജൻ, ഒ ഓക്സിജൻ, എ ആർഗൺ, സി കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നൈട്രജൻ എത്ര പെർസെൻറ്റേജാണ്? 78%. ഓക്സിജൻ 20.99%, ആർഗൺ 0.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03%മാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കോഡ് എന്താണ്? നോ എ സി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ കിട്ടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ കിട്ടുന്ന വാതകമാണ് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? സെനോൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകമാണ് സെനോൺ. റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള വാതകം റെഡോൺ. റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള വാതകമാണ് റെഡോൺ. സസ്യവളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ മൂലകം നൈട്രജൻ. സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ മൂലകം ഏതാണ്? അത് നൈട്രജനാണ്.
സോഡ വാട്ടർ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ വാട്ടർ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹരിതഗൃഹ പ്രവാഹത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രവാഹത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്നത് ഡ്രൈ ഐസ് എന്നാണ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഡ്രൈ ഐസ് എന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. അന്തരീക്ഷ വായുവിലെ നൈട്രജൻ വാതകത്തിൻ്റെ അളവ് എത്രയാണ്? അത് 78% ആണ്. അന്തരീക്ഷ വായുവിലെ നൈട്രജൻ വാതകത്തിൻ്റെ അളവ് 78%. ശുദ്ധവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ശുദ്ധവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് 20.99%, 20.99% ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അത് നൈട്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ. നൈട്രജൻ എത്ര ശതമാനമാണ്? 78% ആണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ്? അത് നൈട്രജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം അതേതാണ്? അത് ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? അത് ഓക്സിജനാണ്. സ്വയം കത്തുന്ന വാതകം അത് ഹൈഡ്രജനാണ്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനും സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജനുമാണ്. അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം അഗ്നിശമനം, തീ കെടുത്താനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ ആ പേര് നൽകിയത് ആരാണ്? അത് ലാവോസിയാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലിയും ഓക്സിജൻ ആ പേര് നൽകിയത് ലാവോസിയുമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകമാണ് ഏത്? ഓക്സിജൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ പിണ്ഡത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൂമിയുടെ പിണ്ഡത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ എത്ര ശതമാനമാണ് പറഞ്ഞത്? 20.99%. ഓക്സിജൻ്റെ ആറ്റോമിക സംഖ്യ 8 എത്രയാണ് ഓക്സിജൻ്റെ ആറ്റോമിക സംഖ്യ? അത് 8. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അത് അലുമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അത് ഇരുമ്പാണ് കേട്ടോ. ഇനി ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇരുമ്പ് തന്നെയാണ്. കാൽസ്യത്തിൻ്റെ അണുസംഖ്യ 20. രാസപരമായി റേഡിയത്തോട് സാദൃശ്യമുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യമാണ്. രാസപരമായി റേഡിയത്തോട് സാദൃശ്യമുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം, ഉത്തരം എന്താണ്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? അത് ഓക്സിജനാണ്. ഈ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പേര് നൽകിയത് ലാവോസിയാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പേര് നൽകിയത് ആരാണ്? ലാവോസിയ. ഓക്സിജൻ കണ്ടെത്തിയ വർഷം 1774. ഓക്സിജൻ കണ്ടെത്തിയ വർഷം ഏതാ? 1774.
പ്രോട്ടീനുകളുടെ മുഖ്യ ഘടകമാണ് നൈട്രജൻ. പ്രോട്ടീനുകളുടെ മുഖ്യ ഘടകം എന്താണ്? നൈട്രജൻ ആണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് ക്ലോറിനാണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ. ഓക്സിജന് നിറമില്ല, എന്നാൽ ദ്രവ ഓക്സിജൻ്റെ നിറം എന്താ? നീല. ഓക്സിജന് നിറമില്ല, പക്ഷേ ദ്രവ ഓക്സിജൻ്റെ നിറം എന്താണ്? അത് നീലയാണ്. ബലൂണുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ബലൂണുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. അതുപോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുങ്ങൽ വിദഗ്ധർ അക്വാലങ്സിൽ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതക മിശ്രിതം അത് ഓക്സിജനും ഹീലിയവുമാണ്. മുങ്ങൽ വിദഗ്ധർ അക്വാലങ്സിൽ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് ഓക്സിജനും ഹീലിയവുമാണ്. കോഡിലൂടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നും 1 മാർക്ക് ഉറപ്പായിട്ടും നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ ക്ലാസ് കാണുക. കണ്ടിട്ട് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതിന് മുമ്പുള്ള നമ്മുടെ ക്ലാസ്സുകളും SCRT ചാപ്റ്റർ ബേസ്ഡ് ക്ലാസ്സുകളും നമ്മൾ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. കാണാത്തവർ കാണുക. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കോഡിലൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മറന്നു പോകില്ല. പരീക്ഷയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ഉത്തരങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ എന്നുള്ളതിൻ്റെ കോഡ് എന്തായിരുന്നു? പ്രപഞ്ചത്തിൻ്റെ മൂലയിൽ ഹൈ ഹീലിട്ട ഓക്സി കാർബണുണ്ട്. ഹൈ ഹൈഡ്രജൻ, ഹീലിട്ട ഹീലിയം, ഓക്സിജൻ, കാർബണുണ്ട് കാർബൺ. പ്രപഞ്ചത്തിൻ്റെ മൂലയിൽ ഹൈ ഹീലിട്ട ഓക്സി കാർബണുണ്ട്. അപ്പം ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ, ദെൻ ഹീലിയം. അതുപോലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങളാണ് NOAC. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അപ്പോൾ ഏതാണ്? നൈട്രജൻ. രണ്ടാമതായിട്ട് ഓക്സിജൻ, മൂന്നാമത് ആർഗൺ, നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ്. എത്ര ശതമാനമാണ് നൈട്രജൻ എന്ന് ചോദിച്ചാൽ 78%. ഓക്സിജൻ 20.99, 21% എന്ന് ചിലപ്പോൾ കാണും കേട്ടോ. ആർഗൺ 0.9, ദെൻ കാർബൺ 0.03% ആണ്. അതുപോലെ ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? അത് ജീവൻ്റെ അടിസ്ഥാന ഘടകം കാർബണാണ്. ഇത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.